നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കന്റെ വട തയ്യാറാക്കിയാലോ. പാർട്ടിക്കും ഗെറ്റ് ടുഗദറിനൊക്കെ ഒരു സ്റ്റാർട്ടർ ആയിട്ടും അതുപോലെ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വട. അപ്പൊ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ചിക്കൻ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചിക്കൻ ബ്രസ്റ്റ് പീസ് 2 എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ആ വെള്ളമൊക്കെ തുറന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോളയാണ് എടുത്തേക്കുന്നത്, 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്, എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ബൗളിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ നല്ലതുപോലെ സവോളയും പച്ചമുളകും വേപ്പിലൊക്കെ ചേർത്ത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം, ബീറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ മിക്സ് ചെയ്തതിൽ വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിക്നെസ്സിലാക്കാം. അതായത് നമ്മളൊന്ന് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡിന്റെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് മുക്കിയിട്ട് അതിനൊരു കോട്ടിങ് കൊടുക്കാൻ, അതായത് മുട്ടയിൽ മുക്കി ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കട്ട്ലേറ്റ് മിക്സ് എടുക്കാം, അതല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് എടുക്കാം, ക്രസ് ക്രംബ് എടുക്കാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിനി ആ ചിക്കൻ വടയുടെ ഷേപ്പിലാക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ എടുത്ത്, ഒരുപാട് വലിയ ഉരുളകൾ എടുക്കണ്ട കേട്ടോ, നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി അതിന്റെ നടുവിൽ നമ്മൾ സാധാരണ വടക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒരു തുളയിട്ട് കൊടുക്കാം. കണ്ടോ, മുട്ട അടിച്ചു വെച്ചതിൽ വെച്ച് കൊടുത്തു. ഇനി ഇതെടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ എടുത്തേക്കുന്നത് അതിലൊന്ന് മുക്കിയിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ വടകളും നല്ലതുപോലെ ആ ഷേപ്പിലാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല എണ്ണയിൽ വറുത്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ വടകൾ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരുപാടെണ്ണം കുത്തി നിറച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇത് മറിച്ചിടാം. കണ്ടോ, ഒരു ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറ്റേ ഭാഗം കൂടെ ഒന്ന് നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടണം. നമ്മുടെ ചിക്കൻ വട നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരുമൊരാന്നിരിക്കുന്ന ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഇത് കച്ചമ്പറിന്റെ കൂടെയോ അതല്ലെങ്കിൽ സോസിന്റെ കൂടെയോ മയണൈസിന്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്.